കഴിഞ്ഞ മാസം രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളത്തിലെത്തി ശബരിമലയിലേക്ക് ദർശനത്തിന് പോകാനായി പത്തനംതിട്ടയിലെ പ്രമാടത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയതിന് പിന്നാലെ ആ ഹെലികോപ്റ്റർ ഹെലിപ്പാഡിൽ പൂണ്ടുപോയതും അത് പിന്നീട് പോലീസുകാർ തള്ളി നീക്കിയതുമൊക്കെ രാജ്യം നാണക്കേടോടെയാണ് കണ്ടത്. താൽക്കാലികമായി തട്ടിക്കൂട്ടിയ ആ ഹെലിപ്പാഡ് എന്ന പേരുള്ള സിമന്റ് കോൺക്രീറ്റ് കുഴിക്ക് എത്ര രൂപ ചിലവാക്കി കാണും കേരള സർക്കാർ എന്നാണ് കരുതുന്നത്. ഞെട്ടേണ്ട, പ്രമാടത്ത് നിർമ്മിച്ച ആ ഹെലിപ്പാഡിന് ചിലവ് 20 ലക്ഷം രൂപയാണ്. ജില്ലാ ഭരണകൂടത്തിന് വേണ്ടി പൊതുമരാമത്ത് വകുപ്പാണ് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലിപ്പാഡ് ഒരുക്കിയത്. കരാറുകാരൻ സമർപ്പിച്ച എസ്റ്റിമേറ്റ് തുക വിവരാവകാശ നിയമപ്രകാരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. VIP വിസിറ്റ് ഫണ്ടിൽ നിന്നുമാണ് ഇതിനുള്ള തുക അനുവദിച്ചത്. അവസാന നിമിഷം കാട്ടിക്കൂട്ടിയ തിരക്കിൽ കോൺക്രീറ്റ് ഉറയ്ക്കാത്തതാണ് ഹെലികോപ്റ്റർ പൂണ്ടുപോകാൻ കാരണമെന്നായിരുന്നു റിപ്പോർട്ട്. തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണെങ്കിലും രൂപ 20 ലക്ഷം 1 രൂപ പോലും കുറയാതെ ചിലവിടാൻ അതുമാത്രം പൊതുമരാമത്ത് വകുപ്പ് മറന്നിട്ടുമില്ല. ഒക്ടോബർ 22-നാണ് രാഷ്ട്രപതി ശബരിമലയിലെത്തിയത്. ഹെലിപ്പാഡിലെ കോൺക്രീറ്റിൽ പുതഞ്ഞ ഹെലികോപ്റ്റർ ഒടുവിൽ തള്ളി നീക്കുകയായിരുന്നു. പോലീസും ഫയർഫോഴ്സും ചേർന്ന് ഹെലികോപ്റ്റർ തള്ളി നീക്കുന്ന ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരെ ഇടം പിടിച്ചു. കേരളം ലോകത്തിന് മുന്നിൽ വീണ്ടും ഒരിക്കൽ കൂടി നാണം കെട്ട നിമിഷങ്ങൾ. മനസ്സമാധാനമായി കുഴികളില്ലാതെ യാത്ര ചെയ്യാൻ നല്ലൊരു റോഡ് പോലും ഇല്ലാത്ത കേരളമെന്നായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ചീത്തപ്പേര്. ഇപ്പോഴിതാ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യാമെന്ന് വെച്ചാൽ ഹെലിപ്പാഡിൽ എങ്ങാനും ഇറങ്ങിയാൽ പൂണ്ടുപോകുന്ന അവസ്ഥയാണ് കേരളത്തിലെന്നാണ് കളിയാക്കൽ. 3 താൽക്കാലിക ഹെലിപ്പാഡാണ് അന്ന് പ്രമാടത്തൊരുക്കിയത്. കൃത്യമായ മുന്നൊരുക്കമില്ലാതെ അവസാന നിമിഷം കാട്ടിക്കൂട്ടി തന്നെയായിരുന്നു നിർമ്മാണം. 20.7 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ തള്ളി നീക്കേണ്ടി വന്ന സാഹചര്യം ഉണ്ടായതും സംശയം ജനിപ്പിക്കുന്നതാണ്. നിർമ്മാണത്തിൽ അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്ന ആരോപണം ഇപ്പോഴും ശക്തമായി ഉയരുകയാണ്.